ഹായ് ഓൾ, സൈലന്റ് ടീച്ച് എക്സാമിൻ്റെ മറ്റൊരു HSA മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 8 ഭാഗത്ത് നിന്നും തിയറി മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ഒരു 3 മാർക്കുകളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ ആ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 അതിലേറെയോ മാർക്കുകൾ നിങ്ങൾക്ക് HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് മൊഡ്യൂൾ 8 അവസാന ഭാഗത്ത്. അതിൽ നിന്നുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ എന്താണ് അതിൻ്റെ ഐഡിയ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, അതിൻ്റെ തിയറി ഞാൻ ആദ്യം പറയും. അതിനുശേഷം ഈ തിയറിയുമായി ബന്ധപ്പെട്ട് HSA മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതാണ് ഇന്ന് ചെയ്യുന്നത്. കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ നിന്നുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കുക, എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കൂ. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി. സാമ്പിളിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കിപ്പോൾ എന്തിനെങ്കിലും കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആരെക്കുറിച്ചാണോ പഠിക്കേണ്ടത് അവരുടെ മുഴുവൻ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ, സമഷ്ടി എന്ന് മലയാളത്തിൽ വിളിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ സാലറിയെ കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുമാണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ പോപ്പുലേഷൻ ചില സമയത്ത് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ഒക്കെ ആകാം. ഈ പറഞ്ഞ കേസിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷൻ ആണ്. അപ്പൊ ആ പോപ്പുലേഷനിലെ എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല. അങ്ങനെയുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യുക, പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ പോപ്പുലേഷനുമായിട്ട് ജനറലൈസേഷൻ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുക. ഒരു സാമ്പിളിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന ഒരു പരീക്ഷണമാണ് പരികൽപ്പനാ പരീക്ഷണം. അതായത് നമ്മൾ ഒരു പോപ്പുലേഷൻ എടുത്തു. ആ പോപ്പുലേഷനെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പോപ്പുലേഷന്റെ മാധ്യത്തെക്കുറിച്ച് പഠിക്കണം. അപ്പൊ ആ പോപ്പുലേഷന്റെ മാധ്യം അരിത്തമെറ്റിക് മീൻ എത്രയാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിന് ഞാനൊരു ഗസ് കൊടുത്തു. ഈ പോപ്പുലേഷന്റെ മാധ്യം ഇത്രയാണ്, 10 എന്ന് ഞാനൊരു ഗസ് കൊടുത്തു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സാലറിയെ കുറിച്ച് പഠിക്കണം. അപ്പൊ എനിക്ക് കിട്ടി ഇന്ത്യയുടെ ആളുകളുടെ ശരാശരി സാലറി അല്ലെങ്കിൽ ആവറേജ് സാലറി മാധ്യം എന്ന് പറയുന്നത് 10,000 എന്ന് ഞാൻ എടുത്തു. എന്നിട്ട് ആ എൻ്റെ എടുത്ത ഗസ് ശരിയാണോ എന്നുള്ളത് സാമ്പിളിങ്ങിൽ, അതായത് സാമ്പിൾ എടുത്തിട്ട് ഞാനെന്ന് എടുത്ത ഗസ് ശരിയാണോ എന്ന് പരിശോധിക്കുക. അതിനെയാണ് നമ്മൾ പരികൽപ്പനാ പരീക്ഷണം, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുക. ഒന്നും കൂടെ, നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് അറിയാത്ത ഒരു കാര്യത്തിന് ഞാനൊരു ഗസ് കൊടുത്തു. എക്സാമ്പിൾ ആയിട്ട് പോപ്പുലേഷന്റെ മാധ്യം 10 കൊടുത്തു. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിളിൽ നിന്നും ഒരു ടെസ്റ്റ് ഞാൻ നടത്തി. ഈ ടെസ്റ്റിലൂടെ ഞാൻ എടുത്ത അസംഷൻ, ഞാൻ എടുത്ത ഗസ് ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുന്ന ആ ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിളിൽ തന്നെ കംപ്ലീറ്റ് ആശയവും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. ഈ ഒരൊറ്റ നോട്ടിൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പെടും. നന്നായിട്ട് ശ്രദ്ധിക്കും. ഞാനൊരു പോപ്പുലേഷൻ എടുത്തു. ഒരു പോപ്പുലേഷൻ, ഇപ്പൊ ഇന്ത്യയിലെ ആളുകളുടെ സാലറിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ ആളുകളാണ് എൻ്റെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന്റെ മാധ്യം, അതായത് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി വരുമാനം, അതായിക്കോട്ടെ ആ പോപ്പുലേഷന്റെ മാധ്യം. ആ പോപ്പുലേഷന്റെ മാധ്യത്തിന് നമ്മൾ കൊടുക്കുക മ്യൂ എന്ന് പറയുന്ന ലെറ്ററാ കൊടുക്കുക. മ്യൂ 10 എന്നുള്ള ഒരു ഗസ് ഞാൻ നടത്തി. പോപ്പുലേഷന്റെ മാധ്യം മ്യൂ എന്ന് പറയുന്നത് 10 എന്നുള്ള ഒരു ഗസ് ഞാൻ നടത്തി. ഈ ഗസ് ശരിയാണോ എന്ന് എനിക്ക് പരിശോധിക്കണം. ഇങ്ങനെ എന്താണോ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തിസിസ്. നമുക്കൊരു പ്രോസസ്സിൽ മ്യൂ = 10 എന്നുള്ളൊരു ഗസ് ഞാൻ നടത്തി.
ഈ മ്യൂ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഗസ് ശരിയാണോ എന്ന് എനിക്ക് പരിശോധിക്കണം. എന്താണോ എനിക്ക് പരിശോധിക്കേണ്ടത് ആ സാധനത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കും. എനിക്ക് പരിശോധിക്കേണ്ടത് ആരാണോ അതിനെ ഞാൻ വിളിക്കുന്ന പേര് നൾ ഹൈപ്പോത്തിസിസ്. മലയാളത്തിൽ വിളിക്കുക അസാധു പരികൽപ്പന എന്നാ വിളിക്കുക. അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എച്ച് നോട്ട് എന്ന് പറയുന്ന നൊട്ടേഷൻ ആണ്. നൾ ഹൈപ്പോത്തിസിസ്, അസാധു പരികൽപ്പന, നമുക്ക് പരിശോധിക്കപ്പെടേണ്ട പരികൽപ്പനയ്ക്ക് കൊടുക്കുന്ന പേര്. അപ്പൊ ഇവിടുത്തെ എച്ച് നോട്ട് അസാധു പരികൽപ്പന, നൾ ഹൈപ്പോത്തിസിസ് ആരാ? മ്യൂ ഈക്വൽ ടു 10 ആണ് ഇവിടുത്തെ അസാധു പരികൽപ്പന, നൾ ഹൈപ്പോത്തിസിസ്. റെഡി? ഇനി രണ്ടാമതൊരു ഹൈപ്പോത്തിസിസും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അത് എന്താന്നുള്ള കാര്യം ഞാൻ പറയാം. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് വൈകൽപ്പിക പരികൽപ്പന എന്നാ വിളിക്കുക. അതെന്താന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ട് ഈ അസാധു പരികൽപ്പന തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗസ്സിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, വൈകൽപ്പിക പരികൽപ്പന എന്ന് വിളിക്കുക. അതായത് നമ്മൾ എടുത്ത ഗസ് തെറ്റാണെന്ന് ബോധ്യമായാൽ നമുക്ക് സ്വീകരിക്കേണ്ട ബാക്കപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഗസ്സിനെയാണ് നമ്മൾ വൈകൽപ്പിക പരികൽപ്പന അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുക. അതിന്റെ നൊട്ടേഷൻ H1 ആണ്. ഇവിടുത്തെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഞാൻ എടുക്കുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു 10 എന്നാട്ടോ. ഇതാണ് സാധനം. ഇനി എങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുക? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോപ്പുലേഷനിലെ ഒരു സാമ്പിൾ എടുക്കും. ഈ സാമ്പിളിന്റെ മാധ്യം അല്ലെങ്കിൽ ഈ സാമ്പിളിന്റെ ഏതെങ്കിലും ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ചെക്ക് ചെയ്യാൻ പോവാ. ഞാൻ ഉപയോഗിക്കുന്ന അളവ് എന്ന് പറയുന്നത് എക്സ് ബാർ, അതായത് സാമ്പിളിന്റെ മാധ്യം. ഞാൻ എങ്ങനെയാ നടത്തുന്നതെന്ന് അറിയോ? ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഈ സാമ്പിളിന്റെ എക്സ് ബാർ എന്ന് പറയുന്നത് 8ന്റെയും 10ന്റെയും ഇടയിലാണെങ്കിൽ എന്റെ നൾ ഹൈപ്പോത്തിസിസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. എച്ച് നോട്ട് ശരിയാണ് എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും. ഇനി എക്സ് ബാറിന്റെ വില എന്ന് പറയുന്നത് 8നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ എക്സ് ബാറിന്റെ വില 10നേക്കാൾ വലുതോ ആണെങ്കിൽ എന്റെ എച്ച് നോട്ട് ഞാൻ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം H1 ഞാൻ അവിടെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് പരിപാടി. അപ്പൊ നമ്മളിപ്പോ ചെയ്തത്, നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാധനം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് വിളിക്കുക. ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സാമ്പിളിലെ ഒരാളാണല്ലോ നമ്മൾ യൂസ് ചെയ്തത് എക്സ് ബാർ. ഈ എക്സ് ബാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അതായത് സാമ്പിളിലെ എന്ത് അളവ് വെച്ചിട്ടാണോ നമ്മൾ നമ്മുടെ എച്ച് നോട്ട് ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ പരീക്ഷണ സാങ്കേജം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇതിന്റെ നോട്ടൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഓർക്കുക. ഇവിടെ നമ്മൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എക്സ് ബാറിന്റെ വില വെച്ചിട്ട് ഞാനൊരു അസംഷൻ നടത്തുന്നുണ്ട്. അതായത് എക്സ് ബാറിന്റെ വില വെച്ചിട്ടാണല്ലോ നമ്മുടെ ടെസ്റ്റ് നടത്തുന്നത്. ആ എക്സ് ബാറിന്റെ വില എങ്ങനെയാണ് ടെസ്റ്റ് നടത്തുന്നതെന്ന് നോക്ക്. എക്സ് ബാറിന്റെ വില 8ന്റെയും 10ന്റെയും ഇടയിലാണെങ്കിൽ നമ്മുടെ എച്ച് നോട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. എക്സ് ബാറിന്റെ വില 8ന്റെയും 10ന്റെയും ഇടയിലാണെങ്കിൽ നമ്മുടെ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഈ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് സ്വീകാര്യ മേഖല എന്നാ വിളിക്കുക. സ്വീകാര്യ മേഖല. ഇംഗ്ലീഷിലാണെങ്കിൽ ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കും. അതുപോലെ എച്ച് നോട്ട് എന്ന് പറയുന്നത് 8ന് താഴെയോ അല്ലെങ്കിൽ 10ന് മുകളിലോ ആണെങ്കിൽ നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യൂലേ? ഈ റിജക്റ്റ് ചെയ്യുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് റിജക്ഷൻ റീജിയൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ തിരസ്കരണ മേഖല എന്ന് വിളിക്കും. മറ്റൊരു പേരും കൂടെ അതിനുണ്ട്, ക്രിട്ടിക്കൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നിർണായക മേഖല എന്നും വിളിക്കും. ഇങ്ങനെ 2 പേരുകളിലാണ്
തിരസ്കരണ മേഖല ഏത് റീജിയൻ അറിയപ്പെടുന്നത്? റിജക്ഷൻ റീജിയൻ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സ്വീകാര്യ മേഖലയും റിജക്ഷൻ മേഖലയും വേർതിരിക്കുന്ന ആ 8ഉം 10ഉം ഉണ്ടല്ലോ, ആ 2 നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വിലകള് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ. മലയാളത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക നിർണായക വില എന്നാ വിളിക്കട്ടോ, നിർണായക വില. ഇത്രയാണ് ആദ്യം പറയാൻ. ഒന്നും കൂടെ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പറഞ്ഞു. ഒന്നും കൂടെ നോക്കാൻ ശ്രദ്ധിച്ചു. നമുക്കൊരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കണം. ആ പോപ്പുലേഷന്റെ മാധ്യം മ്യൂ 10 ആണ്. എന്റെ ഗസ് ഈ പോപ്പുലേഷന്റെ മാധ്യം മ്യൂ 10 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണോ ചെക്ക് ചെയ്യേണ്ടത് അതിനെ നമ്മൾ വിളിക്കുക നൽ ഹൈപ്പോത്തിസിസ്, അസാധു പരികൽപ്പന. അപ്പൊ നമ്മുടെ അതിന് കൊടുക്കുന്ന നൊട്ടേഷൻ H0. H0 എന്ന് പറഞ്ഞാൽ മ്യൂ ഈക്വൽ ടു 10. നമുക്ക് ഈ H0 നമ്മുടെ ഗസ് തെറ്റാണെന്ന് ബോധ്യമായാൽ നമുക്ക് സ്വീകരിക്കേണ്ട ഒരു ബാക്കപ്പിനുള്ള ഗസ് ഉണ്ടായിരിക്കും. അതാണ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, വൈകൽപ്പിക പരികൽപ്പന. അതിനെ നമ്മൾ H1 എന്നാ വിളിക്കുക. അപ്പൊ ഇവിടുത്തെ H1 മ്യൂ നോട്ട് ഈക്വൽ ടു 10. ഇനി പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചൂസ് ചെയ്യുന്നത് സാമ്പിൾ എടുത്തിട്ടാണ്. സാമ്പിൾ എടുക്കുന്നു, സാമ്പിളിൽ ഒരു അളവ് എടുക്കുന്നു എക്സ് ബാർ. എക്സ് ബാർ 8ന്റെയും 10ന്റെയും ഇടയിലാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യും. എക്സ് ബാർ 8നേക്കാൾ താഴെയോ 10നേക്കാൾ മുകളിലോ ആണെങ്കിൽ H0 റിജക്ട് ചെയ്യും. ഓക്കെ, ഈ എക്സ് ബാർ ഉപയോഗിച്ചിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ബാറിനെ നമ്മൾ വിളിക്കുക ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, പരീക്ഷണ സാങ്കേതികം എന്നാ വിളിക്കുക. ഈ എക്സ് ബാർ 8ന്റെയും 10ന്റെയും ഇടയിൽ വരുമ്പോഴാണ് H0 ആക്സെപ്റ്റ് ചെയ്യുക. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് അക്സെപ്റ്റൻസ് റീജിയൻ അല്ലെങ്കിൽ സ്വീകാര്യ മേഖല. എക്സ് ബാർ 8നേക്കാൾ താഴെയോ എക്സ് ബാർ 10നേക്കാൾ മുകളിലോ ആകുമ്പോൾ നമ്മൾ H0 റിജക്ട് ചെയ്യും. അതിനെ വിളിക്കുക റിജക്ഷൻ റീജിയൻ, റിജക്ഷൻ മേഖല, തിരസ്കരണ മേഖല, ക്രിട്ടിക്കൽ റീജിയൻ, നിർണായക മേഖല എന്നൊക്കെ വിളിക്കും. ആ 8, 10 എന്ന് പറയുന്ന 2 നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ വില അല്ലെങ്കിൽ നിർണായക വില എന്ന് വിളിക്കും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ പറഞ്ഞതിൽ കൂടുതൽ അതിലൊന്നുമില്ല. എന്തൊക്കെയാണോ ഇപ്പൊ പറഞ്ഞത് അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ മാർക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരുപാട് എററുകൾ ഉണ്ടായിരിക്കും. ആ എററുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാൻ പറ്റും. തുടങ്ങാം. ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസോ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എററുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് 2 ടൈപ്പ് എററാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എററിനെ നമ്മൾ ടൈപ്പ് 1 എറർ എന്നാ വിളിക്കുക. ഒന്നും കൂടെ പറയാം. സ്റ്റാറ്റിസ്റ്റിക്കില് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എററുകൾ ഉണ്ടായിരിക്കും. മെയിനായിട്ടുള്ളത് 2 എററുകളാണ്. അതിൽ ഒന്നാമത്തെ എററിനെ നമ്മൾ വിളിക്കുക ടൈപ്പ് 1 എറർ എന്നാ വിളിക്കുക. ടൈപ്പ് 1 എറർ. എന്താണ് ടൈപ്പ് 1 എറർ എന്ന് ഞാൻ പറഞ്ഞുതരാം. H0 എന്ന് പറയുന്ന നമ്മുടെ ഗസ് ശരിയാണ്, എന്നിട്ടും H0നെ ഞാൻ റിജക്റ്റ് ചെയ്തു ടെസ്റ്റിന്റെ ശേഷം. H0 എന്ന് പറയുന്ന നമ്മുടെ ടെസ്റ്റ് ശരിയാണ്, അല്ലെങ്കിൽ H0 എന്ന് പറയുന്ന നമ്മുടെ ഗസ് ശരിയാണ്, എന്നിട്ടും H0നെ ആഫ്റ്റർ ടെസ്റ്റ് ഞാൻ റിജക്റ്റ് ചെയ്തു. അതൊരു എറർ അല്ലേ? H0 എന്ന് പറയുന്ന എൻ്റെ ഗസ് ശരിയാണ്, എന്നിട്ടും H0നെ ഞാൻ റിജക്റ്റ് ചെയ്തു. അതെന്താണ്? ഒരു ടൈപ്പ് 1 എറർ എന്നാ വിളിക്കും. ഈ ടൈപ്പ് 1 എറർ നടക്കാനുള്ള മാക്സിമം പ്രോബബിലിറ്റിയെ, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താ? H0നെ റിജക്റ്റ് ചെയ്തു അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0നെ റിജക്റ്റ് ചെയ്തു. ഗിവൺ H0 ട്രൂ ആണ് എന്ന് അറിഞ്ഞിട്ടും H0നെ റിജക്റ്റ് ചെയ്തു. കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വിളിക്കും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് സാർത്ഥക തലം എന്നാ വിളിക്കുക. അതിന് കൊടുക്കുന്ന നൊട്ടേഷൻ ആൽഫ. രണ്ടാമത്തതിലേക്ക് പോകാം. മറ്റൊരു ടൈപ്പ് എററും കൂടെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ടൈപ്പ് 2 എറർ.
എന്താ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ? സിമ്പിളാ. എച്ച് നോട്ട് ഫാൾസ് ആണ് എന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇതാണ് ടൈപ്പ് 2 എറർ. എച്ച് നോട്ട് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്തു. ഈ ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ആലോചിച്ച് നോക്ക്. ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. ഓക്കെ, മറ്റൊരു രീതിയിലും കൂടെ വേണമെങ്കിൽ എഴുതാം. ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ H1 ട്രൂ അല്ലെ? എച്ച് നോട്ട് ഫാൾസ് ആവുക എന്ന് പറഞ്ഞാൽ H1 ട്രൂ ആവുകയാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ബീറ്റ എന്ന് പറയുന്ന നൊട്ടേഷനാണ് കൊടുക്കുക. നാലാമത് അല്ലെങ്കിൽ മൂന്നാമതൊരാളും കൂടി ഉണ്ട്. അയാളും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. അയാളെ നമ്മൾ വിളിക്കുന്ന പേര് പവർ ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ പവർ, മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേര് പരീക്ഷണക്ഷമത. ഒരു ടെസ്റ്റിന്റെ പവർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. പവർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. എച്ച് നോട്ട് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ട് എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ടെസ്റ്റിന്റെ പവർ എന്ന് വിളിക്കുക. ഈ ടെസ്റ്റിന്റെ പവർ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ് എന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് 1 മൈനസ്, ഇതാരാണ്? ബീറ്റയാണ്. അപ്പൊ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു തവണ കൂടെ ഞാൻ പറയാം, നന്നായിട്ട് കേൾക്കും. നമുക്ക് മെയിനായിട്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ പഠിക്കാനുള്ളത് 2 ടൈപ്പ് എററുകളാണ്. ടൈപ്പ് 1 എറർ. എന്താ ടൈപ്പ് 1 എറർ? എച്ച് നോട്ട് ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ റിജക്ട് ചെയ്തു. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ. ഈ പ്രോബബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, സാർത്ഥകതലം. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇതിന്റെ പ്രോബബിലിറ്റി, ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. മറ്റൊരു രീതിയിൽ എഴുതാം, ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് H1 ട്രൂ. എച്ച് നോട്ട് ഫാൾസ് ആവുക പറഞ്ഞാൽ H1 ട്രൂ ആവുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ഇതിന്റെ നൊട്ടേഷൻ ബീറ്റ എന്നാണ് കൊടുക്കുക. അടുത്തത് പവർ ഓഫ് എ ടെസ്റ്റ്, പരീക്ഷണക്ഷമത. റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. എച്ച് നോട്ട് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ടെസ്റ്റിന്റെ പവർ എന്ന് വിളിക്കുക. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് അല്ലെ, ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അതുപോലെ ഇവിടെ എഴുതാം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. ഇതിനെ നമ്മൾ വിളിക്കുക 1 മൈനസ് ബീറ്റ്. പക്ഷെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും തെറ്റുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക, പറയുന്ന കാര്യം നന്നായിട്ട് നോക്കുക. ടൈപ്പ് 1 എറർ, അതിന്റെ പ്രോബബിലിറ്റി എന്താന്നുള്ള കാര്യം നോക്കുക. റിജക്റ്റിംഗ് ആണോ ആക്സെപ്റ്റിംഗ് ആണോ, അതാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകും. റിജക്റ്റ് എന്ന് കാണുന്നോട് തന്നെ ഈ ജെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം ടൈപ്പ് 1 എറർ. ആ ജെ അങ്ങോട്ട് തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം ടൈപ്പ് 1 എറർ. എല്ലാം എച്ച് നോട്ട് വെച്ചിട്ടാ. അപ്പൊ എന്തായിരിക്കും ടൈപ്പ് 1 എറർ? റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ. എച്ച് നോട്ട് ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ റിജക്ട് ചെയ്തു. അതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എറർ എന്താ? എപ്പോഴും തെറ്റും ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ്, ഈ 2 സി കാണുമ്പോൾ തന്നെ ടൈപ്പ് 2 ഓർമ്മ വരണം. ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. ഇതാണ് ടൈപ്പ് 2. ഇനി പവർ ഓഫ് എ ടെസ്റ്റ് എന്താ? ആലോചിച്ച് നോക്ക്. പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിൽ പവർ പറയാം. എന്താ? ശരിയായ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുക, തെറ്റായ ഒരാളെ റിജക്ട് ചെയ്യുക. പക്ഷെ അവിടെ പവർ കൂടുതൽ വേണ്ടത് ആർക്കാണെന്നറിയോ? തെറ്റ് ചെയ്ത ഒരാളെ റിജക്ട് ചെയ്യാനാണ് കൂടുതൽ പവർ വേണ്ടത്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. എച്ച് നോട്ട് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ട് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യുക, അതാണ് പവർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ മറക്കരുത്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ. ആ ജെ എന്ന് ടൈപ്പ് 1 എറർ കിട്ടണം. ടൈപ്പ് 2 എറർ ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഫാൾസ്. ആ 2 സി തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ടൈപ്പ് 2 എറർ കിട്ടണം.
പവർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. തെറ്റായ ഒരാളെ എടുത്ത് പുറത്തിടുന്നതാ പവർ. അല്ലാതെ ശരിയായ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും പവർ വേണ്ടത് എന്തിനാ? തെറ്റായ ഒരാളെ എടുത്ത് പുറത്തിടുന്നതിന്. ഓക്കെ, അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാം. ഒന്നാമത്തെ ചോദ്യം, HSIയുടെ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം, ഒരു പരികൽപ്പന പരീക്ഷണത്തിലൂടെ തെറ്റായ അസാധു പരികൽപ്പയെ സ്വീകരിക്കാൻ എടുക്കുന്ന തീരുമാനം. അപ്പൊ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ് ആണ്. അതല്ലേ ചോദ്യത്തിൽ പറഞ്ഞത്? തെറ്റായ അസാധു പരികൽപ്പനയെ സ്വീകരിക്കുക, ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. ആ ആക്സെപ്റ്റിംഗ് തന്നെ 2C കാണുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കണം അയാൾ ആരാ? ടൈപ്പ് 2 എറർ, തരം 2 പിശക്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടി. അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം, തരം 1 പിശക് സംഭവിക്കുന്നതിനുള്ള സംഭാവ്യതയുടെ കൂടിയ വില, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മലയാളത്തില് സാർത്ഥക തലം എന്ന് വിളിക്കും. എക്സാമ്പിള് അല്ലെങ്കിൽ ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2016 HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം, നൾ പരികൽപ്പന ശരിയായിട്ടും അത് തള്ളിക്കളയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്നിട്ടും അത് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ്, ദാറ്റ് ഈസ് എച്ച് നോട്ട് ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ തള്ളിക്കളയുക. ആ ജെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ഏത് ടൈപ്പ് എറർ ആണ്? ടൈപ്പ് 1 എറർ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, നൾ പരികൽപ്പന തെറ്റായിട്ടും അത് സ്വീകരിച്ചാൽ അതെന്താ? നൾ പരികൽപ്പന എച്ച് നോട്ട് ഫാൾസ് ആണ് എന്നിട്ടും അത് സ്വീകരിച്ചു, ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഫാൾസ്. എച്ച് നോട്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ട് സ്വീകരിച്ചു. ഇതെന്താ? ഈ 2C കാണുമ്പോൾ തന്നെ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകണം? ടൈപ്പ് 2 എററിലേക്ക് പോകണം. ടൈപ്പ് 2 എറർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എക്സിന്റെ PDF f ഓഫ് എക്സ് തീറ്റയാണ്. ടെസ്റ്റ് ചെയ്യേണ്ടത് എച്ച് നോട്ട് തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ടും H1 തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ടും ആണെന്നിരിക്കട്ടെ. H1 എന്നത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള സാഹചര്യത്തിൽ എച്ച് നോട്ട് സ്വീകരിക്കുന്നതിനുള്ള പ്രോബബിലിറ്റിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പൊ എഴുതി നോക്കാം. എന്താ? പ്രോബബിലിറ്റി ഓഫ് H1 യഥാർത്ഥത്തിൽ തെറ്റായിട്ടും എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ H1 ഫാൾസ് ആണ്. H1 ഫാൾസ് ആയിട്ട് എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതിനിങ്ങനെ എഴുതിക്കൂടെ? പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട്. H1 ഫാൾസ് ആവുക എന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് ട്രൂ ആവുക. അപ്പൊ എച്ച് നോട്ട് ട്രൂ ആണ് എന്ന് അറിഞ്ഞിട്ട് എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇതിനെ ഇങ്ങനെ തിരിച്ചെഴുതിക്കൂടെ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ട്രൂ. റിജക്റ്റിംഗ് എച്ച് നോട്ട് ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും എച്ച് നോട്ടിനെ റിജക്ട് ചെയ്തു. അതെന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ആരാ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ 1 മൈനസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പൊ ഉത്തരം വരിക 1 മൈനസ് ലെവൽ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതണം. ഒന്നും കൂടെ, നമുക്ക് വേണ്ടത് എച്ച് നോട്ട് സ്വീകരിക്കുക, H1 ഫാൾസ്, ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് H1 ഫാൾസ്. അതിനെ തന്നെ ഇങ്ങനെ എഴുതാം. ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് H1 ഫാൾസ് ആവുക എന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് ട്രൂ ആവുക. ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ. അതിന് തിരിച്ചു എഴുതാം. എങ്ങനെയാ സംഗതി എഴുതുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ആ ഐഡിയ അവിടെ യൂസ് ചെയ്ത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ട്രൂ. അത് ടൈപ്പ് 1 എററാ. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ലെവലാ. അപ്പൊ ഇതിന് ഉത്തരം 1 മൈനസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 1 മൈനസ് ലെവൽ HSIയുടെ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അടുത്തത്,
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്നാൽ തള്ളിക്കളയുന്ന മേഖല, റിജക്ട് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മൾ പറഞ്ഞത്. That statistical error associated in the statement an innocent person is proved as guilty. അതായത് ഒരു നിരപരാധിയെ കുറ്റക്കാരനാക്കി. അപ്പൊ ഇവിടെ ഇന്നസെന്റ് പേഴ്സൺ എന്ന് പറയുന്നതാണ് H0. ഇന്നസെന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ H0 ട്രൂ ആണ്, അയാൾ നിരപരാധിയാണ്. എന്നിട്ടും അയാളെ കുറ്റക്കാരനാക്കി. അതായത് H0 ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും H0 റിജക്ട് ചെയ്തു. റിജക്റ്റിംഗ് H0 ഗിവൺ H0 ട്രൂ. H0 ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും H0 റിജക്ട് ചെയ്തു. അത് ടൈപ്പ് 1 എറർ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് ഉണ്ടായിരുന്ന ചോദ്യം. ഒന്നും കൂടെ, H0 ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും അല്ലെ, അതായത് ഒരു കോടതിയിൽ ഒരാളെ കൊണ്ടുപോയി. നമ്മുടെ ഗസ് എന്ന് പറഞ്ഞാൽ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് ഗസ്. പക്ഷെ അയാൾ നിരപരാധിയാണ് എന്നുള്ള ഗസ് ശരിയായിട്ടും അയാളെ തള്ളിക്കളഞ്ഞിട്ട് അയാൾ തെറ്റുകാരനാണ് എന്നെന്ത് ചെയ്തു, വാദിച്ചു. ഇത് ടൈപ്പ് 1 എറർ. ഒരു നിരപരാധിയെ കുറ്റക്കാരനായിട്ട് മുദ്ര കുത്തി. ശരിക്കും അയാൾ നിരപരാധിയാണ്, H0 ട്രൂ ആണ്, എന്നിട്ടും അയാളെ കുറ്റക്കാരനാക്കി H0 റിജക്ട് ചെയ്തു. റിജക്റ്റിംഗ് H0 ഗിവൺ H0 ട്രൂ. ടൈപ്പ് 1 എറർ. അടുത്തത്, ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിൽ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ശരിയാകുമ്പോൾ നൾ ഹൈപ്പോത്തിസിസിനെ നിരസിക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് നൾ ഹൈപ്പോത്തിസിസിനെ നിരസിക്കുക, ദാറ്റ് ഈസ് റിജക്റ്റിംഗ് H0 ഗിവൺ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ശരിയാവുക. H1 ട്രൂ ആകുമ്പോ H0 റിജക്ട് ചെയ്യുക. അതെങ്ങനെ എഴുതാം ആലോചിക്ക്. ഇതിനെ തിരിച്ച് ഇങ്ങനെ എഴുതിക്കൂടെ, റിജക്റ്റിംഗ് H0 ഗിവൺ H1 ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ H0 ഫാൾസ് ആവുക. H0 തെറ്റാണെന്ന് അറിഞ്ഞിട്ട് H0 റിജക്ട് ചെയ്യുക. അത് പവർ ആണ്. പവർ ഓഫ് ദ ടെസ്റ്റ്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. പവർ ആണത്. തെറ്റ് കണ്ടെത്തിയ ഒരാളെ എടുത്ത് പുറത്തേക്ക് ഇടുക, അതാണ് പവർ. ശരിയായ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും പവർ വേണ്ടത് എന്തിനാ? തെറ്റ് ചെയ്ത ഒരാളെ എടുത്ത് പുറത്തിടുന്നതിനാണ് പവർ വേണ്ടത്. അത് ആലോചിച്ച് വെക്കുക. സാർത്ഥക തലം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? HSAയുടെ തമി മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. സാർത്ഥക തലം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ്. അടുത്തത്, ബീറ്റ ഡിനോട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ദെൻ ദ പവർ ഓഫ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞു പവർ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 - ബീറ്റയാണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, the level of significance is defined by level of significance എന്ന് പറഞ്ഞാൽ probability of type 1 error ആണ്. ഓപ്ഷൻ ഡി is the right answer. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഒന്നും കൂടെ, ഒരു പരികൽപ്പനാ പരീക്ഷണത്തിൽ തരം 2 പിശക് വരുന്നത് എപ്പോഴാണ്? ഇത് നന്നായിട്ട് ആലോചിക്കണം, കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ്. ഒരു പരികൽപ്പനാ പരീക്ഷണത്തിൽ തരം 2 പിശക് വരുന്നത് എപ്പോഴാ? തുടങ്ങാം. ശരിയായ അസാധു പരികൽപ്പന തിരസ്കരിക്കപ്പെടുമ്പോൾ. ശരിയായ അസാധു പരികൽപ്പന തിരസ്കരിക്കപ്പെടാതിരിക്കാട്ടോ. തിരസ്കരിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാതിരിക്കുക. റിജക്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ്. അപ്പൊ ഇയാൾ ആരാ? ആക്സെപ്റ്റിംഗ് H0 ഗിവൺ H0 ട്രൂ. H0 ട്രൂ ആണെന്ന് അറിഞ്ഞിട്ടും H0 ആക്സെപ്റ്റ് ചെയ്യും. അടുത്ത്, ശരിയായ അസാധു പരികൽപ്പന തിരസ്കരിക്കപ്പെടുമ്പോൾ അതെന്താ? റിജക്റ്റിംഗ് H0 ഗിവൺ H0 ട്രൂ. അടുത്തത്, വൈകൽപിക പരികൽപ്പന ശരിയായാൽ അസാധു പരികൽപ്പനയെ തിരസ്കരിക്കാതിരുന്നാൽ. അസാധു പരികൽപ്പനയെ തിരസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ്? അസാധു പരികൽപ്പനയെ തിരസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അസാധു പരികൽപ്പനയെ സ്വീകരിക്കുക. അതായത് ആക്സെപ്റ്റിംഗ് H0 ഗിവൺ വൈകൽപിക പരികൽപ്പന H1 ട്രൂ ആകുക. അതിനെ തിരിച്ചിങ്ങനെ എഴുതാം, ആക്സെപ്റ്റിംഗ് H0 ഗിവൺ H1 ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ H0 ഫാൾസ് ആവും. അടുത്തത്, വൈകൽപിക പരികൽപ്പന ശരിയായാൽ അസാധു പരികൽപ്പനയെ തിരസ്കരിക്കുക. അതായത് റിജക്റ്റിംഗ് H0 ഗിവൺ H1 ട്രൂ. അതിന് തിരിച്ചിങ്ങനെ എഴുതാം, റിജക്റ്റിംഗ് H1 ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ H0 ഫാൾസ് ആവുക. നമ്മളോട് ചോദിച്ചത് ഇതിൽ തരം 2 പിശകാര? ആക്സെപ്റ്റിംഗ് H0 ഗിവൺ H0 ഫാൾസ്. ഓപ്ഷൻ സി ആണ് ഇതിൽ തരം 2 പിശക് വരുന്നത്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് സംഗതി. ഈ ഒരു തിയറി പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ടും 2 or 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് HSAക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തിയറി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ താങ്ക് യു ഓൾ.